ഓം നമോ ഭഗവതേ സാईശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. കുടുംബറാവു. അനന്തപൂർ ജില്ലയിൽ മജിസ്ട്രേറ്റായി ജോലി ചെയ്യുമ്പോഴാണ് കുടുംബറാവു ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതും ഒരു സ്വപ്നത്തിലൂടെ അദ്ദേഹത്തെ ഭഗവാൻ ദർശനത്തിനായി വിളിക്കുന്നതും. ജോലിയിൽ ലഭിക്കാറായ പ്രമോഷൻ ഉപേക്ഷിച്ച് കുടുംബറാവു ഭഗവത് സന്നിധിയിലെത്തി. ശേഷം കാലം ഭഗവത് സേവാനിരതനായി 3 ദശകത്തോളം തിരുസന്നിധിയിൽ കഴിഞ്ഞു. കുടുംബറാവു രാവിലെ 4-ന് ഉണർന്നാൽ തുടങ്ങുന്ന സായി സേവ രാത്രി 11 വരെ തുടരും. ബാബയാകുന്ന കത്തിയുടെ വായ്ത്തലയിലൂടെ നടക്കുമ്പോൾ തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന അസാമാന്യ പ്രതിഭ. ഒരാളെ ഒറ്റ പ്രാവശ്യം പരിചയപ്പെട്ടാൽ കുടുംബറാവുവിന് അത് ശിലയിൽ എഴുതിയ പോലെയാണ്. മായില്ല, മറക്കില്ല. എത്ര കാലം കഴിഞ്ഞു കണ്ടാലും പേര് ചൊല്ലി അദ്ദേഹം അവരെ വിളിക്കും, വിദേശിയാണെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ ഏവർക്കും പ്രിയങ്കരനായിരുന്നു കുടുംബറാവു. ആദ്യ ദർശനത്തിൽ തന്നെ ഭഗവാൻ കുടുംബറാവുവിനെയും കുടുംബത്തെയും പ്രേമപാശം കൊണ്ട് തന്നിൽ ബന്ധിച്ചു. ആ ലീല ഇങ്ങനെയായിരുന്നു. ഷിർദിസായി ഭക്തനായിരുന്ന കുടുംബറാവുവിന്റെ ഒരാഗ്രഹം ഭഗവാൻ ബാബയുടെ പാദപൂജ ചെയ്യണം എന്നായിരുന്നു. വൈകുന്നേരം ഭഗവാൻ കുടുംബറാവുവിനെ കണ്ടതും അന്വേഷിച്ചു, എപ്പോഴാണ് പാദപൂജ ചെയ്യുന്നത്? കുടുംബറാവു അന്ധാളിച്ചു, ആനന്ദിച്ചു. താൻ രഹസ്യമായി സൂക്ഷിച്ച ആഗ്രഹം എങ്ങനെ സ്വാമി അറിഞ്ഞു? സായി സന്നിധിയുടെ മഹനീയത, ദിവ്യത അദ്ദേഹത്തിന് വെളിപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹം തിടുക്കത്തിൽ പറഞ്ഞു, സ്വാമി, പാദപൂജയ്ക്കുള്ള പനിനീരും വസ്ത്രങ്ങളും പൂക്കളും വാങ്ങാം. സ്വാമി കൽപ്പിക്കുമ്പോൾ പാദപൂജയാകാം. ശകാരിക്കും വിധം ഭഗവാൻ പറഞ്ഞു, ഇതൊക്കെ പാദപൂജയ്ക്ക് ആവശ്യമാണെന്ന് ആര് നിന്നോട് പറഞ്ഞു? നീ എന്താ അപരിചിതനെ പോലെ പെരുമാറുന്നത്? നീ എനിക്ക് മറ്റൊരാളാണോ? ഞാൻ തന്നെ എല്ലാം ഏർപ്പാടാക്കാം. രാവിലെ തന്നെ പാദപൂജയ്ക്ക് ഒരുങ്ങിക്കോളൂ. പിറ്റേ ദിവസം പാദപൂജ നടന്നു. തൃപ്തിയാകും വിധം അദ്ദേഹം എല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് അഭിമുഖം. അതോടെ താൻ തൻ്റെ സനാതന സാരഥിയുടെ രഥത്തിലാണെന്ന് കുടുംബറാവുവിന് ഉറപ്പായി. കുടുംബറാവുവും കുടുംബവും യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ കാളവണ്ടിയുടെ പുറകെ ഭഗവാൻ ആശ്രമ കവാടം വരെ നടന്നു. യാത്ര പറയുമ്പോൾ സ്വാമി അരുളി, ദസറ ആഘോഷങ്ങൾക്ക് വരണം. പിന്നീട് സമയം കിട്ടുമ്പോഴൊക്കെ അവർ ഭഗവത് ദർശനത്തിനെത്തി. വിജയവാഡയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ സത്യസായി സേവാ സമിതി രൂപീകരിച്ചു. കുടുംബറാവു സമിതി പ്രസിഡന്റാകാൻ ഭക്തന്മാർ ആഗ്രഹിച്ചു. ഭഗവാൻ റാവുവിനെ ഒഴിച്ച് ബാക്കിയുള്ളവരെയെല്ലാം ഓരോ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. സ്വാമി അദ്ദേഹത്തോട് അരുളി, ഈ അവതാര ദൗത്യത്തിൽ നിനക്ക് വേറൊരു ജോലിയാണ് ഉള്ളത്. ഒരു ശിവരാത്രി നാളിൽ റാവു ഭഗവാനോട് താൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സ്വപ്നകാര്യം പറഞ്ഞു. ജോലി രാജിവെച്ച് പാർട്ടിയിലേക്ക് വരൂ എന്ന് സ്വാമി എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞിരുന്നു. നല്ലത്, അങ്ങനെ ചെയ്തുകൊള്ളൂ. ഭഗവാൻ അനുവദിച്ചു. അദ്ദേഹം ഉടൻ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിലേക്ക് രാജിക്കത്ത് അയച്ചു. പിന്നെ പ്രശാന്തി നിലയത്തിലേക്ക് കുടുംബസമേതം താമസം മാറ്റി. ഈശ്വരനോടൊപ്പമുള്ള ജീവിതം കത്തിയുടെ വായ്ത്തലയിലൂടെയുള്ള യാത്രയാണെന്ന് ക്ഷുരസ്യധാരാ നിശിതാ ദുരത്യയാ അദ്ദേഹം പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ചിലപ്പോൾ സ്വാമി തീ പോലെ ആളിക്കത്തും. ചില സമയം മരവിപ്പിക്കുന്ന മൗനം, കടുത്ത അവഗണന. അത് കോപത്തേക്കാൾ ഭീകരമായിരുന്നു. ഇതിലൂടെയൊക്കെ തന്നെ ഭഗവാൻ രൂപപ്പെടുത്തുകയാണെന്ന് ആ സുഹൃതി തിരിച്ചറിഞ്ഞിരുന്നു. തന്നിലെ അഹന്തയുടെ കള്ളക്കളികൾ തൃപ്പാദത്തിൽ സമർപ്പിക്കുകയല്ലാതെ ഈശ്വരനെ സന്തോഷിപ്പിക്കാൻ മറ്റൊരു വഴിയുമില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം നേരിട്ട ഒരു കഠിന പരീക്ഷണം ശ്രദ്ധിക്കൂ. പ്രശാന്തി നിലയത്തിൽ താമസം തുടങ്ങി 4 വർഷം കഴിഞ്ഞു. ഒരിക്കൽ സ്വാമി ദേഷ്യത്തിലെന്ന വിധം പെരുമാറാൻ തുടങ്ങി. കുറെ മാസങ്ങൾ അദ്ദേഹത്തോട് മിണ്ടിയതേയില്ല. മാത്രമല്ല, മറ്റൊരാൾ വഴി സ്വാമി കുടുംബറാവുവിനെ അറിയിച്ചു, പ്രശാന്തി നിലയം വിട്ട് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും താങ്കൾക്ക് പോകാം. അദ്ദേഹം തരിച്ചുപോയി. ഇനി എങ്ങോട്ട് പോകും? നല്ലൊരു ജോലിയും ഉപേക്ഷിച്ച് ഭഗവാനെ ആശ്രയിച്ചു വന്നതാണ്. കത്തുവഴിയും നേരിട്ടും പരോക്ഷമായും ഭഗവാനുമായി ബന്ധപ്പെടാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു. പ്രശാന്തി നിലയം വിട്ടുപോകാമെന്നും ഒരു ദുർബല നിമിഷത്തിൽ കരുതി. ചില പ്രധാന സ്ഥാനമാനങ്ങൾ വഹിക്കുന്നത് മൂലം ഇറങ്ങിപ്പോകാനും സാധിക്കുന്നില്ല. സ്വാമിയുടെ നിർദ്ദേശമില്ലാതെ അദ്ദേഹത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല.
ചുമതല കൊടുക്കാതെ എങ്ങനെ പോകും? ഏതായാലും 1972 ജന്മദിനാഘോഷങ്ങൾ കഴിഞ്ഞതോടെ റാവുവിന്റെ അഗ്നിപരീക്ഷയും കഴിഞ്ഞു. സ്വാമി അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. തന്റെ അവഗണന ഭക്തൻ എങ്ങനെ സ്വീകരിക്കും എന്ന് നോക്കുകയായിരുന്നു ഭഗവാൻ. താമസിയാതെ സെൻട്രൽ ട്രസ്റ്റിന്റെ സെക്രട്ടറിയായി നിർദ്ദേശിച്ചു. ഇതൊരു തമാശ തന്നെ. നിഷ്ഠയായി സാധന ചെയ്യുന്നയാളാണ് കുടുംബറാവു. സ്വാമി സമ്മാനിച്ച സോമേശ്വര ലിംഗത്തിന് നിത്യവും അദ്ദേഹം പൂജ ചെയ്യും. ഒരിക്കൽ പൂജാവേളയിൽ സ്വാമിയുടെ അറിയിപ്പ് വന്നു, ഉടൻ വരിക. പൂജ മുഴുമിപ്പിക്കാതെ, പൂജാവേഷം മാറാതെ കുടുംബറാവു തിടുക്കത്തിൽ ഭഗവത് സന്നിധിയിലെത്തി. അദ്ദേഹത്തിന്റെ വേഷം നോക്കി സ്വാമി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ബ്രാഹ്മണർ തമാശക്കാർ തന്നെ. കൽപ്പവൃക്ഷം അരികിലുള്ളപ്പോൾ തെങ്ങിനെ പൂജിക്കുന്നു. സ്വാമി ഇവിടെയുള്ളപ്പോൾ എന്തിന് വിഗ്രഹാരാധന? അതിനുശേഷം ഭഗവാൻ മധുരപലഹാരം സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് അരുളി, ഇതാ നിനക്കുള്ള ഗണേശപ്രസാദം. അന്നു മുതൽ കുടുംബറാവു ചടങ്ങുകളിലൂടെയുള്ള പൂജാദികളിൽ നിന്ന് മുക്തനായി. പക്വമതിയായ ഭക്തനെ ആത്മീയതയിലെ ഉന്നത ഭാവങ്ങളിലേക്ക് ഉയർത്തുകയായിരുന്നു ഭഗവാൻ. ഈശ്വര കൽപ്പന കിട്ടും വരെ, പക്വമാകും വരെ ചടങ്ങുകളും നിഷ്ഠകളും ഒഴിവാക്കുകയും അരുത്. വേഷം കെട്ടണ്ട. 55-ാം തിരുനാൾ ആഘോഷം ഗംഭീരമായി നാരായണ സേവ നടക്കുന്നു. പെട്ടെന്നൊരു ഭാഗത്ത് സാമ്പാർ തീർന്നു. കുടുംബറാവു ഉടൻ ജീപ്പിൽ കാന്റീനിലേക്ക് പാഞ്ഞു. സാമ്പാർ ജീപ്പിൽ കയറ്റുമ്പോൾ പാത്രം മറിഞ്ഞു. റാവുവിന്റെ തുട മുതൽ പാദം വരെ തിളച്ച സാമ്പാർ വീണു. ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു. കാര്യമായി പൊള്ളലേറ്റിട്ടുണ്ട്. അവർ മരുന്ന് പുരട്ടി ബാൻഡേജ് കെട്ടി പറഞ്ഞു വിട്ടു. ഉച്ച കഴിഞ്ഞ് കാലിൽ വലിയ ബാൻഡേജും ചുറ്റി ഞൊണ്ടി വരുന്ന കുടുംബറാവുവിനോട് സ്വാമി ചോദിച്ചു, ആരെ കാണിക്കാനാ ഈ വേഷം കെട്ടൽ? സ്വാമി കുറച്ച് ഗസ്റ്റ് ബാഡ്ജ് കൊടുത്തിട്ട് പറഞ്ഞു, പോയി ഇത് ഭക്തന്മാർക്ക് വിതരണം ചെയ്യൂ. എന്തു ചെയ്യും? റാവു അനുസരിച്ചു. കുടുംബറാവുവിന്റെ ഭാര്യ വല്ലാത്ത പരിഭ്രമത്തിലായിരുന്നു. തിളച്ച സാമ്പാർ വീണ ഭർത്താവിന് ഭയങ്കരമായി പൊള്ളലേറ്റിയിരിക്കുകയാണല്ലോ. കുടുംബറാവു വീട്ടിലെത്തി. അവർ തലയിണയിൽ തലയിണ അടുക്കി വെച്ച് കാല് അതിനുമേൽ വെച്ച് കിടക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. രാത്രി നന്നായി ഉറങ്ങി. നേരം വെളുത്തപ്പോൾ കാലിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കുന്നു എന്നറിയാൻ അവർ ബാൻഡേജ് അഴിച്ചു. കാൽ പരിപൂർണം സുഖമായിരിക്കുന്നു. ഒരു ചെറിയ കുമിളയോ ചുവന്നു തടിച്ച പാടുപോലുമോ ഇല്ല. ഇരുവരും അത്ഭുതപ്പെട്ടുപോയി. തലേ ദിവസത്തെ പൊള്ളൽ എവിടെ പോയി? അന്ന് കുടുംബറാവു ബാൻഡേജ് ഇല്ലാതെ മന്ദിരത്തിലെത്തി. തലേ ദിവസം റാവുവിനെ പരിശോധിച്ച് മരുന്ന് വെച്ച ഡോക്ടർമാരും പൊള്ളലിന് ദൃക്സാക്ഷിയായവരും വാ പൊളിച്ചുപോയി. ദർശനത്തിനെത്തിയ ഭഗവാൻ കുടുംബറാവുവിനെ ശ്രദ്ധിച്ചു. എന്നിട്ട് പരിഹാസം പോലെ പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, വെറുതെ വെച്ചുകെട്ടി നടക്കുകയാണ്, കാലിന് ഒരു കുഴപ്പവുമില്ലെന്ന്. ആ അമൃതമൊഴികൾ കേട്ട ഭക്തന്മാരുടെ മിഴികളിൽ ഈറൻ പൊടിഞ്ഞു. അവിടുത്തെ കാരുണ്യപൂരം ഓർത്തിട്ട്. സേവനനിരതരായവർ സായി തൃക്കരങ്ങളിൽ സുരക്ഷിതരെന്ന് ഓർത്തിട്ട്. മുൻകൂട്ടി അനുശോചനം. ഒരു ദിവസം അതിരാവിലെ കുടുംബറാവുവിനെ വിളിച്ച് ഭഗവാൻ പറഞ്ഞു, സോഹൻലാൽ മരിച്ചു. കുടുംബത്തിന് ഉടൻ അനുശോചനം അറിയിച്ചുകൊണ്ട് കമ്പിയടിക്കൂ. കുടുംബറാവു വല്ലാതായി. സത്യസായി സംഘടന ഡൽഹിയിലെ ശ്രീ സത്യസായി സംഘടന ഡൽഹിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് സോഹൻലാൽ. അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല. മരണവിവരം അറിയാതെ എങ്ങനെ അനുശോചനം അറിയിക്കും? ഒരു നിമിഷം മനസ്സ് എതിർത്തു. പക്ഷെ ഭഗവാന്റെ കൽപ്പന അദ്ദേഹം പാലിച്ചു. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ സോഹൻലാലിന്റെ മരണവാർത്ത കുടുംബക്കാർ ടെലിഫോണിലൂടെ പ്രശാന്തി നിലയത്തിൽ അറിയിച്ചു. സായി പാദത്തിലേക്ക് 30 വർഷം രാപകൽ ഭഗവാനും ഭക്തർക്കുമിടയിൽ പാലം പോലെ കുടുംബറാവു സേവ ചെയ്തു. പ്രശാന്തി നിലയം ടൗൺഷിപ്പ് കമ്മിറ്റി ചെയർമാൻ, ശ്രീ സത്യസായി സെൻട്രൽ ട്രസ്റ്റ് സെക്രട്ടറി തുടങ്ങി വിവിധ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. 1989 മാർച്ച് 27 ഭഗവാൻ വൃന്ദാവനിൽ. കുടുംബറാവു കുടലിൽ ബാധിച്ച ക്യാൻസറിന്റെ ചികിത്സയിലായിട്ടും ഭഗവത് സേവയിൽ തന്നെ മുഴുകിയിരിക്കുന്നു. അന്ന് രാവിലെ 10-ന് സ്വാമി ത്രയീ വൃന്ദാവനത്തിലുള്ള കുറച്ച് ഭക്തന്മാരോട് പറഞ്ഞു, ഇന്ന് ശുഭദിനം, കുടുംബറാവുവിന് ഈ ലോകം വിട്ടുപോകാൻ പറ്റിയ ദിനം. 11 മണിക്ക് സ്വാമി മുറിയിലേക്ക് പോയി. 11:30-ന് പ്രശാന്തി നിലയത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ടെലിഫോൺ സന്ദേശമെത്തി. കുടുംബറാവു സ്വാമിയിൽ ചേർന്നിരിക്കുന്നു.
സംസ്കാര ചടങ്ങുകൾ എങ്ങനെയൊക്കെ വേണമെന്ന് ഭഗവാനോട് ചോദിക്കൂ. 12-ന് സ്വാമി പുറത്തു വന്നു. അവിടുന്ന് പറഞ്ഞു, എനിക്കറിയാം, കുടുംബറാവു മരിച്ചു. വൈകിട്ട് 5-ന് മുമ്പ് എല്ലാം പൂർത്തിയാക്കാൻ അറിയിക്കുക. നമ്മുടെ വിദ്യാർത്ഥികൾ വേദജപവും ഭജനയും നടത്തട്ടെ. ചിത്രാവതി തീരത്ത് അദ്ദേഹത്തിന്റെ ശേഷക്രിയകൾ നടന്നു. ഏതാനും ആഴ്ച മുമ്പ് മെയിൻ്റനൻസ് എഞ്ചിനീയറെ വിളിച്ച് ഒരു ധോത്തിയും ഷാളും നൽകി സ്വാമി നിർദ്ദേശിച്ചിരുന്നു. കുടുംബറാവു താമസിയാതെ ഈ ലോകം വിടും. ആ ശരീരം പുതപ്പിക്കാനായി ഈ വസ്ത്രം ഉപയോഗിക്കണം. കുടുംബറാവുവിന്റെ അന്ത്യത്തിനു മുമ്പ് ഇത് ആരോടും പറയരുത്. നാം എങ്ങനെ ജീവിക്കണം, നാം എങ്ങനെ ആയിരിക്കണം ജീവിതം നയിക്കേണ്ടതെന്ന് ഭഗവാന്റെ സങ്കല്പം കുടുംബറാവുവിന് അയച്ച ഒരു കത്തിലൂടെ വ്യക്തമാണ്. 1977 ഗുരുപൂർണിമ ദിനത്തിൽ ഭഗവാൻ വൃന്ദാവനത്തിലായിരുന്നു. സ്വാമി അവിടെ നിന്ന് അയച്ച കത്ത്. കുടുംബറാവു, എന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കൂ. ഗുരുപൂർണിമ ആഘോഷങ്ങൾ ഇത്തവണ ഇവിടെ വൃന്ദാവനത്തിലാണ്. ഇവിടെ കോളേജിൽ എന്റെ സാന്നിധ്യം ആവശ്യമായിരിക്കുന്നു. നിങ്ങൾ അവിടെ ഗുരുപൂർണിമ ആഘോഷിക്കുക. എന്റെ അനുഗ്രഹങ്ങൾ എല്ലാവരെയും അറിയിക്കൂ. ആശ്രമത്തിൽ എന്തിനായി അവർ വന്നു എന്നതിനെക്കുറിച്ച് അന്തേവാസികളോട് ഓർമ്മിക്കാൻ പറയൂ. ആ ലക്ഷ്യം നേടണം. ആത്മാർത്ഥതയോടെ അച്ചടക്കം ശീലിക്കണം. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടരുത്. ഈശ്വരന് വേണ്ടി കുടുംബം, ബന്ധുജനങ്ങൾ ഇവയൊക്കെ ഉപേക്ഷിച്ച് വന്നവർ ഇപ്പോൾ ഈശ്വരനെ ഉപേക്ഷിച്ച് പുതിയ ബന്ധങ്ങളും താല്പര്യങ്ങളും വളർത്തിയെടുക്കുന്നു. ആശ്രമ ജീവിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണിത്. ഈശ്വരപാദത്തിൽ അഭയം തേടിയവർ ഉത്കണ്ഠയും ലൗകിക ലോകത്തെക്കുറിച്ചുള്ള ചിന്തയും പരിഭ്രമവും ഉപേക്ഷിക്കണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ശാന്തി, ക്ഷമ, വിനയം, അച്ചടക്കം എന്നിവ വളർത്തണം. കോപം, അസൂയ, അഹന്ത തുടങ്ങിയവ ഉപേക്ഷിക്കണം. സ്വാമി അവിടെ ഉള്ളപ്പോൾ എങ്ങനെ പെരുമാറിയോ അതേ വിധം തന്നെ സ്വാമിയുടെ ശാരീരിക അസാന്നിധ്യത്തിലും നിങ്ങൾ പെരുമാറണം. അല്ലാത്ത പക്ഷം അത് ആത്മവഞ്ചനയും ആത്മദ്രോഹവുമാണ്. ഇക്കാര്യം എല്ലാവരെയും അറിയിക്കൂ. ആനന്ദം നേടാനും മറ്റുള്ളവർക്ക് മാതൃകയാകാനും പറയൂ. അപ്പോൾ മാത്രമേ അവരിൽ സായി കൃപ ഉണ്ടാകൂ. അനാവശ്യ സംഭാഷണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാനും പറയൂ. അപവാദം അസൂയയിൽ നിന്ന് ഉണ്ടാകുന്നു. ഏറ്റവും നിന്ദ്യമായ പാപം കൂടിയാണത്. ഓം തത്സത്ത്.